ഹൃദയത്തിൽ സുവിശേഷം ആ നിലയിൽ അവന് കണ്ടെത്താനായിട്ട് സാധിക്കുകയില്ല. അഥവാ അത് കണ്ടെത്താൻ അവന് സാധിക്കുമെങ്കിൽ അവൻ ഒരിക്കലും ആ നിലയിൽ സുവിശേഷം എഴുതുകയില്ല എന്ന് പറഞ്ഞു. കാരണം സുവിശേഷം അത്ര നിസ്തുല്യവും മനുഷ്യൻ്റെ ചിന്തയ്ക്ക് അതീതവുമാണ്. നമ്മൾ വിശ്വാസം അപ്പസ്തലികമാണ് എന്ന് പറയാനുള്ള കാരണം അപ്പസ്തലന്മാർ പറഞ്ഞ സുവിശേഷം നമ്മൾ പറയുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമ്മളെ വിശ്വാസം അപ്പസ്തലികമാണ്. അതിന് കാരണം അപ്പസ്തലന്മാർ പറഞ്ഞ സുവിശേഷമാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ എത്ര അപ്പസ്തലിക അവകാശവാദങ്ങൾ ഉന്നയിച്ചാലും പറയുന്ന സുവിശേഷം അപ്പസ്തലന്മാർ പറഞ്ഞ സുവിശേഷം അല്ലെങ്കിൽ ആ അവകാശവാദം വെറും പൊള്ളയാണ്, അതിൽ കഴമ്പൊന്നുമില്ല. നമ്മൾ അപ്പസ്തലന്മാർ പറഞ്ഞ സുവിശേഷം അന്വേഷിക്കുമ്പോൾ അപ്പോസ്തല പ്രവർത്തനത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ അപ്പസ്തലനായ പൗലോസ് പിസിദിയ അന്ത്യോക്യ എന്ന സ്ഥലത്ത് ഒരു സിനഗോഗിൽ നടത്തിയ പ്രസംഗം വളരെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അപ്പസ്തല പ്രവൃത്തികളിലെ സുവിശേഷത്തിന് ഏറ്റവും വ്യക്തമായി അവതരിപ്പിക്കുന്ന ഒരു രംഗമാണ് അത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാനിന്നും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലും എൻ്റെ പ്രസംഗം അതായിരുന്നു. ഞാനതിനെക്കുറിച്ച് ശ്രദ്ധിച്ചപ്പോൾ ഈ പ്രസംഗം പൗലോസ് പറഞ്ഞതൊന്ന് വിശദീകരിച്ച് പ്രസംഗിക്കണമെങ്കിൽ ഒരു 10 പ്രസംഗം ഈ പ്രസംഗത്തെക്കുറിച്ച് പ്രസംഗിക്കണം എന്ന് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു കേട്ടോ. പുള്ളിക്കത് വിശ്വാസം വന്നോന്ന് അറിയത്തില്ല, എങ്കിലും ഒരു 5 പ്രസംഗമെങ്കിലും പ്രസംഗിക്കണം. 5 പ്രസംഗം പ്രസംഗിക്കാനായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. ഇന്നത്തെ പ്രസംഗവും കൂടെ കഴിയുമ്പോൾ ഈ ഭാഗം ഒരു നിലയിൽ പൂർത്തീകരിക്കാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് അപ്പസ്തല പ്രവൃത്തികൾ അതിൻ്റെ 13-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങളാണ് ഞാനിന്ന് വായിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രസംഗം ആരംഭിക്കുന്നതിനൊക്കെ മുമ്പേ ആണ് നമുക്കറിയാം. 16 മുതലാണ് അപ്പസ്തലനായ പൗലോസ് ആ പ്രസംഗം ആരംഭിക്കുന്നത്. എന്നാൽ അതിൻ്റെ ആദ്യ ഭാഗം ഞാൻ നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് 22 മുതലുള്ള വാക്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഞാൻ വായിക്കുകയാണ്. അവനെ നീക്കിയിട്ട്, അവനെ എന്ന് പറഞ്ഞത് കീശിൻ്റെ മകനായ ശൗല് എന്ന ആദ്യ രാജാവിനെയാണ്. അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഇശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അവൻ്റെ സന്തതിയിൽ നിന്ന് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഇസ്രയേലിന് യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു. അവൻ്റെ വരവിന് മുൻപേ യോഹന്നാൻ ഇസ്രയേൽ ജനത്തിനൊക്കെയും മാനസാന്തരത്തിൻ്റെ സ്നാനം പ്രസംഗിച്ചു. യോഹന്നാൻ ജീവകാലം തികയാറായപ്പോൾ, നിങ്ങൾ എന്നെ ആർ എന്ന് നിരൂപിക്കുന്നു? ഞാൻ മശിഹയല്ല, അവൻ എൻ്റെ പിന്നാലെ വരുന്നു. അവൻ്റെ കാലിലെ ചെരുപ്പഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. സഹോദരന്മാരെ, അബ്രഹാം വംശത്തിലെ മക്കളും അവരോട് ചേർന്ന ദൈവഭക്തന്മാരുമായുള്ളവരെ, നമുക്കാകുന്നു ഈ രക്ഷാവചനം അയച്ചിരിക്കുന്നത്. യെരൂശലേം നിവാസികളും അവരുടെ പ്രമാണികളും അവനെയോ ശബത്തുതോറും വായിച്ചു വരുന്ന പ്രവാചകന്മാരുടെ വചനങ്ങളെയോ തിരിച്ചറിയാതെ അവനെ ശിക്ഷയ്ക്ക് വിധിക്കിയാൽ അവയ്ക്ക് നിവൃത്തി വരുത്തി. മരണത്തിന് ഒരു ഹേതുവും കാണാഞ്ഞിട്ടും അവനെ കൊല്ലേണം എന്ന് പീലാത്തോസിനോട് അപേക്ഷിച്ചു. അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും തികച്ച ശേഷം അവർ അവനെ മരത്തിൽ നിന്ന് ഇറക്കി ഒരു കല്ലറയിൽ വെച്ചു. ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ തന്നോടുകൂടെ ഗലീലയിൽ നിന്ന് യെരൂശലേമിലേക്ക് വന്നവർക്ക് ഏറിയ ദിവസം പ്രത്യക്ഷനായി. അവർ ഇപ്പോൾ ജനത്തിൻ്റെ മുൻപാകെ അവൻ്റെ സാക്ഷികൾ ആകുന്നു. ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് 2-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഇനി ദൈവത്വത്തിലേക്ക് തിരിയാതെ വണ്ണം
അവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിനെക്കുറിച്ച് അവൻ ദാവീദിൻ്റെ സ്ഥിരമായുള്ള വിശുദ്ധ കൃപകളെ ഞാൻ നിങ്ങൾക്ക് നൽകും എന്ന് പറഞ്ഞിരിക്കുന്നു. മറ്റൊരു സങ്കീർത്തനത്തിലും നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ നീ വിട്ടുകൊടുക്കുകയില്ല എന്ന് പറയുന്നു. ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ചു. തൻ്റെ പിതാക്കന്മാരോട് ചേർന്ന് ദ്രവത്വം കണ്ടു. ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ദ്രവത്വം കണ്ടില്ല. ആകയാൽ സഹോദരന്മാരെ, ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നു എന്നും മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു എന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ആകയാൽ ഹേ നിന്ദക്കാരെ, നോക്കുവീൻ, ആശ്ചര്യപ്പെട്ട് നശിച്ചു പോകുവീൻ. നിങ്ങളുടെ കാലത്ത് ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നു, നിങ്ങളോട് വിവരിച്ചാൽ നിങ്ങൾ വിശ്വസിക്കാത്ത പ്രവൃത്തി തന്നെ എന്ന് പ്രവാചക പുസ്തകങ്ങളിൽ അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഭവിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പോൾ ഞാൻ ഈ വേദഭാഗത്തെക്കുറിച്ച് നിങ്ങളോട് നേരത്തെ പറഞ്ഞ പ്രസ്താവന ആവർത്തിക്കുന്നു. പഴയ നിയമം എന്നത് രക്ഷയുടെ ഒരുക്കമാണ്, അല്ലെങ്കിൽ രക്ഷയുടെ ഒരുക്കത്തിൻ്റെ ചരിത്രമാണ്. ദ ഹിസ്റ്ററി ഓഫ് ദി ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ഈസ് ദ ഹിസ്റ്ററി ഓഫ് ദ പ്രിപ്പറേഷൻ ഓഫ് സാൽവേഷൻ. രക്ഷ ഒരുക്കുന്നതിൻ്റെ ചരിത്രമാണ് പഴയ നിയമം. പുതിയ നിയമം, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത് രക്ഷയുടെ നിവൃത്തിയാണ്, അല്ലെങ്കിൽ രക്ഷ എങ്ങനെയാണ് ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ സാധിച്ചത് എന്നതിനെക്കുറിച്ചാണ് പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത്. അവിടെ രക്ഷയുടെ ഒരുക്കത്തെക്കുറിച്ച് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് രക്ഷയുടെ ഒരുക്കത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ദാവീദ് ആണ്. അബ്രഹാമും ദാവീദുമാണ് പഴയ നിയമത്തിൽ രക്ഷയുടെ ഒരുക്കത്തോടുള്ള ബന്ധത്തിൽ ശ്രദ്ധേയരായിരിക്കുന്ന രണ്ട് പേരവരാണ്. യഹൂദന്മാർക്ക് കൂടുതൽ ഇഷ്ടം ആരെയായിരുന്നു അറിയാമോ? മോശയായിരുന്നു കേട്ടോ. മോശയാണ് അവർക്ക് കൂടുതൽ പിടി. അപ്പം അതുകൊണ്ട് അബ്രഹാമിനെയും ദാവീദിനെ അവർ ശ്രദ്ധിച്ചു കേട്ടോ. പക്ഷെ അബ്രഹാമിന് വേണ്ടുന്ന പ്രാധാന്യം അവർ കൊടുത്തില്ല എന്ന് അവരെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾ അവരെക്കുറിച്ച് അങ്ങനെ പറയാറുണ്ട്. ഏതായാലും ദാവീദ് ഈ വിഷയത്തിൽ വളരെ പ്രസിദ്ധനായിരിക്കുന്ന ഒരാളാണ്. അബ്രഹാമിനോട് ദൈവം ചെയ്തതായിരിക്കുന്ന വാഗ്ദാനം ദാവീദിനോട് ദൈവം ആവർത്തിച്ചു. അപ്പോൾ പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് അബ്രഹാമിനോട് ദൈവം ചെയ്യുന്ന ഉടമ്പടിയാണ്. എബ്രഹാമിക് കവനന്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ദി ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്. എന്താണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്? അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കും, ഞാൻ നിനക്ക് ഒരു പേര് ഉണ്ടാക്കിത്തരും, നിൻ്റെ സന്തതിയിൽ നിന്ന് ഞാനൊരു രാജ്യത്തെ ഉളവാക്കും, എന്നിട്ട് ആ സന്തതി മുഖാന്തരം ഞാൻ സകല മനുഷ്യരെയും അനുഗ്രഹിക്കും എന്നാണ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞതാണ്. അതാണ് അബ്രഹാമിക് കവനന്റ് എന്ന് പറയുന്നതാണ്. എന്നിട്ട് നമ്മൾ 2 ശമൂവേൽ 7-ാമത്തെ അധ്യായത്തിൽ വായിക്കുമ്പോൾ ഈ ഉടമ്പടി ദാവീദിനോട് ദൈവം ആവർത്തിക്കുന്നു. വ്യത്യസ്തമായിരിക്കുന്ന വാക്കുകളാണ് ഉപയോഗിച്ചത് എന്നുള്ളത് ശരിയാണ്. എന്നിട്ട് ദാവീദിനോട് പ്രധാനമായും കർത്താവ് പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാനായിട്ട്, നിത്യമായിട്ടിരിക്കാനായിട്ട് ഞാൻ നിനക്കൊരു സന്തതിയെ തരും എന്നാണ് ദാവീദിനോട് പറഞ്ഞത്. അപ്പം ആ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിയായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത് എന്നാണ് പൗലോസ് രക്ഷയുടെ ഒരുക്കത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അതാണ് പറയുന്നത്. ദാവീദിനെക്കുറിച്ച് പറയുന്ന 2 പ്രസ്താവനകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അത് കർത്താവായ യേശു ക്രിസ്തുവിലാണ് പൂർത്തീകരിക്കപ്പെട്ടത്. എന്നാൽ നമ്മളെല്ലാവരെയും സംബന്ധിച്ച് ദൈവം പ്രതീക്ഷിക്കുന്ന 2 പ്രസ്താവനകളാണ് ഞാൻ ദാവീദിനെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ 22-ാമത്തെ വാക്യം, അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഇശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അതൊരു ബലഹീനമായ പരിഭാഷയാണ് കേട്ടോ. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയും അതിൻ്റെ ഗ്രീക്ക് ഒറിജിനലും വായിച്ചാൽ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി കണ്ടു എന്നാണ്. ഐ സോ ഹിം ആസ് എ മാൻ ആഫ്റ്റർ മൈ ഹാർട്ട്.
മൈൻ ഓൺ ഹാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ് എന്ന് ഞാൻ ദാവീദിനെക്കുറിച്ച് കണ്ടു എന്നാണ് ആ പ്രസ്താവന. അപ്പോൾ അതാണ് ഒന്നാമത്തെ പ്രസ്താവന ദാവീദിനെക്കുറിച്ച് പറയാൻ കഴിയുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അവൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയത്തോട് താതാത്മ്യം പ്രാപിക്കുന്നതാണ്. അല്ലെങ്കിൽ ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുവാൻ സാധിക്കുന്നതാണ് നമ്മെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ അനുഗ്രഹം. അതാ കേട്ടോ, ഇഫ് യു ക്യാൻ തിങ്ക് ആഫ്റ്റർ ഗോഡ്. ദൈവം ചിന്തിക്കുന്നത് പോലെ ഞാനും ചിന്തിക്കുന്നു. പൂർണ്ണമായിട്ടൊന്നുമല്ല എന്ന് നമുക്കറിയാം. ദാവീദ് പൂർണ്ണമായിട്ടൊന്നും ദൈവം ചിന്തിച്ച പോലെ ചിന്തിച്ചാൽ, എന്നാൽ എൻ്റെ ഹൃദയം അനുസരിച്ചുള്ളൊരു മനുഷ്യനാണെന്ന് പറയത്തക്കവണ്ണം ഹി വാസ് ഓൺ ലൈൻ വിത്ത് ഗോഡ്. ദൈവത്തിൻ്റെ ചിന്തകളോട് ഏകീഭവിച്ച ഒരു മനുഷ്യനാണ്. അത് ഞാൻ എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചും പറയാം. നിങ്ങളുടെ ചിന്ത എങ്ങനെയുണ്ട്? ഇസ് ഇറ്റ് ലൈൻഡ് വിത്ത് ദ തോട്ട്സ് ഓഫ് ഗോഡ്? ദൈവത്തിൻ്റെ ചിന്തകളോട് ചേർന്ന ചിന്തയാണോ, അതോ ചിന്തകളെല്ലാം ലോകത്തിൻ്റെ ചിന്തയാണ്? അയ്യോ, അത് മോശമാണല്ലോ. നമ്മളുടെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ ചിന്തകൾ ദൈവത്തിൻ്റെ ചിന്തകൾക്ക് അനുസൃതമായ രീതിയിൽ ആകണം. ദാറ്റ് ഈസ് ദ ട്രാൻസ്ഫർമേഷൻ. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ രൂപാന്തരം എന്ന് പറയുന്നത്. അതാണ് തിങ്കിങ് ആഫ്റ്റർ ഗോഡ്, ഹിസ് തോട്ട്സ്. ദൈവത്തിൻ്റെ ആലോചനകൾ, ദൈവത്തിൻ്റെ ചിന്തകൾ മനസ്സിൽ നിറയുന്ന, ആ നിലയിൽ ചിന്തിക്കുവാൻ കഴിയുന്ന ആ അനുഭവമാണ് ദാവീദിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ കർത്താവ് പറയുന്ന കാര്യം. രണ്ടാമത് പറഞ്ഞത് അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും എന്ന് പറഞ്ഞു. ദാവീദിൻ്റെ ചിന്തകൾ ദൈവത്തിൻ്റെ ചിന്തകൾ പോലെയാണ്. ദാവീദിൻ്റെ ആഗ്രഹം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണം എന്നുള്ളതാണ്. എത്ര മനോഹരമായിരിക്കുന്ന ഒരു ക്രമീകരണം അല്ലേ? ഐ തിങ്ക് ആഫ്റ്റർ ഗോഡ്സ് ഓൺ തോട്ട്സ് ആൻഡ് മൈ ഇൻറ്റൻഷൻ ഈസ് ടു ഫുൾഫിൽ ഹിസ് പർപ്പസസ്. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണം, അവൻ എൻ്റെ ഇഷ്ടം മുഴുവനും നിവർത്തിക്കും എന്ന് പറഞ്ഞു. അതും ഞാൻ നിങ്ങളുടെ നേരെ, എൻ്റെ നേരെ ഒരു ചോദ്യമായിട്ട് ചോദിക്കും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താ? ദൈവം പറയുന്നത് ചെയ്യണമെന്നാണ്? ഇസ് ഇറ്റ്? ഞാൻ എൻ്റെ ഹിതം എല്ലാം ചെയ്യും എന്ന് പറഞ്ഞു. ഇതിൻ്റെ പൂർത്തീകരണം കർത്താവായ യേശു ക്രിസ്തുവിലാകട്ടോ. യേശു ക്രിസ്തുവിൻ്റെ ചിന്തയെന്ന് പറയുന്നത് പൂർണ്ണമായും ദൈവത്തിൻ്റെ ചിന്തയായിരുന്നു. when he was a man, ഒരു മനുഷ്യനായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ഹിതം അല്ലാത്തതൊന്നും ചിന്തിച്ചിട്ടില്ല. ഹി വാസ് എ പെർഫെക്ഷൻ. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ദൈവത്തിൻ്റെ ചിന്തകൾ പൂർണ്ണമായും ചിന്തിച്ച ആളാണ് കർത്താവായ യേശു ക്രിസ്തു. കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് എന്താ പറയുന്നത്? കർത്താവ് 40-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ, ഞാൻ പുസ്തക ചുരുളുകളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്നിട്ട് പിന്നെ എന്താ പറയുക? കർത്താവേ, ഞാൻ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞു. ദാറ്റ് വാസ് ദ പർപ്പസ് ഓഫ് ജീസസ്. ദൈവത്തിൻ്റെ ഹിതം നിവർത്തിക്കുക. അക്കാര്യത്തിൽ 100% കർത്താവ് വിജയിച്ചു കേട്ടോ. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായി നിവർത്തിക്കണം എന്ന ആ തീരുമാനമാണ് കർത്താവിൽ കണ്ടത്. അതൊരു ചെറിയ നിലയിൽ ദാവീദിലുണ്ടായിരുന്നു കേട്ടോ. He wanted to do what God wanted him to do. ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന ഒരാഗ്രഹം ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അവിടെ ദൈവം ദാവീദിനോട് വാഗ്ദാനം ചെയ്ത ആ വാഗ്ദത്തത്തിന് നിവൃത്തിയായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. പുതിയ നിയമത്തിലെ ആദ്യത്തെ വാക്യം ഏതാ? അബ്രഹാമിൻ്റെ പുത്രനായ, പിന്നെ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി അല്ലേ? മത്തായി സുവിശേഷം 1-ാമത്തെ അധ്യായത്തിന് 1-ാം വാക്യം. നിങ്ങൾക്കത് മനഃപ്പാഠമായിട്ട് അറിയത്തില്ലെങ്കിൽ ഇന്ന് അങ്ങ് പഠിക്കണം. അതാണ് ആദ്യത്തെ വാക്യം. അതാണ് അബ്രഹാമിൻ്റെ സന്തതിയായ, ദാവീദിൻ്റെ സന്തതിയായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി. അപ്പം ആ നിലയിലാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദത്തത്തിന് നിവൃത്തിയായി, ദാവീദിനോട് ചെയ്ത ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് നിവൃത്തിയായി കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു. അവൻ്റെ സന്തതിയിൽ നിന്ന് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഇസ്രയേലിന് യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു. അവിടെ 24 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ 3 കാര്യങ്ങൾ പൗലോസ് പറയുന്നു എന്ന നിലയിലാണ് ഞാനതിനെ കാണാനായിട്ട് പോകുന്നത്. അത് ഒരുപാട് കാര്യം പറയുന്നെങ്കിലും ഞാനതിനെ 3ആയിട്ട് ക്രമീകരിച്ച് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അവിടെ യേശു ക്രിസ്തുവിൽ സുവിശേഷം പൂർത്തീകരിച്ചിരിക്കുന്നു.
പഴയ നിയമം സുവിശേഷത്തിൻ്റെ തയ്യാറെടുപ്പാണ്. ദി ഓൾഡ് ടെസ്റ്റ്മെന്റ് ഈസ് ദ പ്രിപ്പറേഷൻ ഓഫ് ദ ഗോസ്പൽ ആൻഡ് ദി ന്യൂ ടെസ്റ്റ്മെന്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഫുൾഫിൽമെന്റ് ഓഫ് ദ ഗോസ്പൽ. സുവിശേഷത്തിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. പഴയ നിയമത്തിൽ ചെയ്ത കാര്യങ്ങളൊക്കെ സുവിശേഷത്തിനുള്ള തയ്യാറെടുപ്പായിട്ടാണ് ദൈവം ചെയ്തത്. പഴയ നിയമത്തിലെ എല്ലാ കാര്യങ്ങളും ഒരു നിലയിൽ അത് നിഴലായി, അല്ലെങ്കിൽ ദൃഷ്ടാന്തമായി, അല്ലെങ്കിൽ പ്രവചനമായി കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പഴയ നിയമം മുഴുവനും. എല്ലാ സംഭവങ്ങളും അങ്ങനെയാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിന് നിവൃത്തിയായി കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നതിന് അല്ലെങ്കിൽ തൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് ഈ ലോകത്തിൽ വന്നയാളാണ്. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേര്. യോഹന്നാൻ സ്നാപകൻ കർത്താവായ യേശു ക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് ദൈവം അയച്ച ആളാണ്. ദൈവത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് അയച്ചയാളാണ്. ആ നിലയിലാണ് യോഹന്നാനെ കുറിച്ച് കർത്താവ് പറഞ്ഞപ്പോൾ പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. അതിനെക്കുറിച്ച് ഒരു പ്രസംഗകൻ പറഞ്ഞ പ്രസ്താവന ഞാൻ ആവർത്തിക്കുന്നു. നമ്മുടെ വലിപ്പം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവുമായുള്ള നമ്മളുടെ അടുപ്പമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മളുടെ വലിപ്പം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള നമ്മളുടെ അടുപ്പമാണ്. പഴയ നിയമത്തിൽ യേശു ക്രിസ്തുവിനോട് ഏറ്റവും അടുത്ത് നിന്ന വ്യക്തി എന്ന് പറയുന്നത് യോഹന്നാൻ സ്നാപകനാണ്. എൻ്റെ പിന്നാലെ വരുന്നവൻ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തലയിൽ കൈവച്ച് തന്നെ സ്നാനപ്പെടുത്തിയവൻ, ആ നിലയിൽ യേശു ക്രിസ്തുവുമായിട്ട് ഏറ്റവും അടുത്ത വ്യക്തി പഴയ നിയമത്തിൽ അത് യോഹന്നാൻ സ്നാപകനാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറഞ്ഞത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരുമില്ല. ഒരു മനുഷ്യൻ്റെ വലിപ്പം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള അടുപ്പമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ശരി, അപ്പം യോഹന്നാൻ 2 കാര്യങ്ങൾ ചെയ്തതായിട്ട് ഈ വാക്യത്തിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഒന്നാമത്തെ എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് സുവിശേഷത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ഒരുക്കത്തിൻ്റെ സമ്പൂർത്തി എന്ന് പറയുന്നത് യോഹന്നാൻ സ്നാപകനാണ്. യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവാൻ, യേശുക്രിസ്തുവിനെ ലോകത്തിന് പരസ്യപ്പെടുത്തുവാനായിട്ട് ദൈവം അയച്ച ആളാണ്. അപ്പോൾ ആ പരസ്യപ്പെടുത്തൽ 2 കാര്യങ്ങൾ യോഹന്നാൻ ചെയ്തു കേട്ടോ. ഒന്നാമത് യോഹന്നാൻ മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. യോഹന്നാൻ മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. മാനസാന്തര സ്നാനത്തിൻ്റെ പ്രാധാന്യം എന്താ? മാനസാന്തര സ്നാനത്തിൻ്റെ പ്രാധാന്യം, മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ മനം തിരിയുക എന്ന അർത്ഥം. യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് നമ്മെ സംബന്ധിച്ചുള്ളതായ ധാരണ വ്യത്യാസപ്പെടുത്തണം. ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്? രക്ഷിക്കപ്പെടുന്നതിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ആദ്യത്തെ പടി എന്ന് പറയുന്നത് മാനസാന്തരമാണ്. മാനസാന്തരം എന്താ? ഞാൻ രക്ഷപ്പെടാൻ പോണില്ല, എൻ്റെ കാര്യം പോക്കാണ്, ഈ നിലയിൽ പോയാൽ ഞാൻ തീർന്നു എന്നൊരു ബോധ്യം മനുഷ്യർക്ക് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവർക്ക് രക്ഷിക്കപ്പെടാനായിട്ടുള്ള ഒരു വേദി ഒരുങ്ങുന്നത്. അങ്ങനെയാണ്. മുടിയൻ പുത്രൻ എങ്ങനെ ഗുണം വന്നേ? ഞാൻ പറയാം. അവന് പന്നി ഇടയ്ക്കുള്ള വാളവര അതിൻ്റെ ഭക്ഷണം കഴിച്ച് തൃപ്തനാകാനായിട്ട് വിചാരിച്ചെങ്കിലും കൊടുക്കൂല. ഭക്ഷണം പന്നിയുടെ മുമ്പിൽ നിന്ന് വാരാൻ ചെല്ലുമ്പോൾ പന്നി കടിക്കാൻ വരും. അങ്ങനെയൊക്കെയാണ് പുള്ളി ജീവിച്ചത്. അവിടെ ഇരിക്കുമ്പോൾ പുള്ളിക്കൊരു സുബോധം വന്നു, അവന് മാനസാന്തരം വന്നു. അവൻ പറഞ്ഞു, ഞാനിവിടെ ഇരുന്നാൽ എൻ്റെ കാര്യം പോക്കാം, ഞാനിവിടെ പട്ടിണി കിടന്ന് ചത്തുപോവുകയല്ലാതെ എനിക്കൊരു ഭാവിയില്ല എന്ന് തിരിച്ചു. ഞാൻ ഒരു കാര്യം ചെയ്യും എന്ന് പറഞ്ഞു, ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് പോകും എന്ന് പറഞ്ഞു. അതാണ് മാനസാന്തരം. എൻ്റെ കാര്യം പോക്കാണ്, ഈ നിലയിൽ പോയാൽ ഞാൻ മുടിഞ്ഞു തന്നെ കേസ്, എനിക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയുകയില്ല എന്നുള്ള ബോധ്യം. അതാണ് മാനസാന്തരത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം. അതാ. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് എന്നെ രക്ഷിക്കാനായിട്ട് കർത്താവിന് കഴിയും എന്നുള്ളതായിരിക്കുന്ന ബോധ്യമാണ്. രണ്ടാമത്തേത് എന്നെ രക്ഷിക്കാനായിട്ട് കർത്താവിന് കഴിയും. അതാണ് രണ്ടാമത് യോഹന്നാൻ പറഞ്ഞത്. യോഹന്നാൻ കർത്താവിനെ കുറിച്ച് പറഞ്ഞത്, ഞാൻ വലിയ ആളാണ്. എൻ്റെ പൊന്നെ, യോഹന്നാൻ സ്നാപകൻ കൂടിയ ആളായിരുന്നു കേട്ടോ. 400 സംവത്സരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ദൈവം ഒരു മനുഷ്യനിലൂടെ സംസാരിക്കുന്നത് യോഹന്നാൻ സ്നാപകനിലൂടെയാണ്. 400 സംവത്സരങ്ങളിൽ ദൈവം അരുളി ചെയ്യുന്നു എന്ന് പറയുവാൻ ഒരു മനുഷ്യന് കരുത്തുണ്ടായില്ല. കാരണം ദൈവം അങ്ങനെ ആർക്കൂടെ സംസാരിച്ചില്ല. എന്നാൽ ദൈവത്തിൻ്റെ ശബ്ദമായി, ദ വോയിസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ശബ്ദമായി
യേശുക്രിസ്തുവിന് മുന്നോടിയായി വന്നയാളാണ് യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ജോസീഫസ് ഒക്കെ പറയുന്ന പ്രസ്താവനകൾ, ബൈബിളിൽ പറഞ്ഞ പ്രസ്താവനകൾ വളരെ പ്രസിദ്ധമാണെങ്കിലും ജോസീഫസ് ഒക്കെ പറയുന്നത് ഹീ മെയ്ഡ് എ ഹ്യൂജ് അപ്രോർ ഇൻ ഓൾ ഓവർ ഇസ്രയേൽ. ഇസ്രയേൽ മുഴുവനും വലിയ ഒരു പ്രകമ്പനം സൃഷ്ടിച്ച മനുഷ്യനാണ് യോഹന്നാൻ സ്നാപകൻ. ഇസ്രയേൽ മുഴുവനും എന്നാ അല്ലേ? മുഴുവനെന്ന് പറഞ്ഞാൽ കുറച്ച് പേരൊക്കെ മാറി നിന്ന് കാണും. എന്നാൽ യോഹന്നാൻ സ്നാപകന്റെ പ്രവർത്തനത്തിൻ്റെ ഗാംഭീര്യം എന്ന് പറയുന്നത് ഇസ്രയേൽ മുഴുവനും അവൻ്റെ അടുക്കൽ വന്നു എന്നാണ് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുന്നത്. അവിടെ യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കൽ വന്നു. അത്രയും പ്രഗത്ഭനായിരിക്കുന്ന മനുഷ്യന് അവർ ചോദിച്ചു, നിന്നെ കണ്ടിട്ട് മെസ്സിയാന്ന് ഒരു തോന്നൽ വരുന്നുണ്ടല്ലോ, നിന്നെ കണ്ടിട്ട് കൊള്ളാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ എൻ്റെ പൊന്നു ചേട്ടന്മാരെ, ഞാൻ മശിഹയല്ല, അവൻ എൻ്റെ പിന്നാലെ വരുന്നവനാണ്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ മാനസാന്തരം പ്രസംഗിച്ചു കേട്ടോ. നിങ്ങൾ ഈ രീതിയിൽ പോയാൽ നിങ്ങളുടെ കാര്യം പോക്കാണ്, നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ കർത്താവിലേക്ക് തിരിയണമെന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു, ഈ തിരിയുന്നത് എൻ്റെ പിന്നാലെ വരുന്ന യേശു ക്രിസ്തുവിന്, ആ കർത്താവിലേക്ക് വേണം നിങ്ങൾ തിരിയാൻ. കർത്താവിൻ്റെ ഔന്നത്യം, ഇത്രയും വലിയ മനുഷ്യൻ യോഹന്നാൻ സ്നാപകൻ. മനുഷ്യർക്ക് അന്ന് യേശു ക്രിസ്തുവിനെ ഒന്നും അറിയത്തില്ലല്ലോ, വലിയ മനുഷ്യനല്ലേ യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, എൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് ഒന്ന് കുനിഞ്ഞഴിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല. അത്രമാത്രം ഉന്നതനായിരിക്കുന്ന വ്യക്തിയാണ് കർത്താവെന്ന് പറഞ്ഞു. ഈ രണ്ട് കാര്യമാണ് യോഹന്നാൻ പറഞ്ഞത്. മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞു കേട്ടോ. രണ്ടാമത്, യേശു ക്രിസ്തു എത്ര ഉന്നതനാണ്, നമ്മളെ രക്ഷിക്കുവാൻ നമ്മുടെ പ്രതീക്ഷയായിട്ട് ഉള്ള വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു എന്നുള്ള കാര്യം യോഹന്നാൻ പറഞ്ഞു. അപ്പം അതിൻ്റെ തയ്യാറെടുപ്പാണ് യോഹന്നാനിൽ കൂടെ ഒന്നാമത് നമ്മൾ കാണുന്നത്. സുവിശേഷം സ്വീകരിക്കുവാനുള്ള, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുവാനുള്ള തയ്യാറെടുപ്പാണ്. രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, അപ്പം പറയാം, സുവിശേഷത്തിൻ്റെ ഒരുക്കം എന്ന് പറയുന്നത് മാനസാന്തരവും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവുമാണ് എന്ന് ഞാൻ പറയും. രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്നത്, സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണവും പുനരുത്ഥാനവുമാണ്. സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണവും പുനരുത്ഥാനവുമാണ്. നിങ്ങൾ ബൈബിൾ വായിച്ചു വരുമ്പോൾ, പുതിയ നിയമം വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ നമുക്കറിയാം, അപ്പോസ്തലന്മാർ പ്രസംഗിച്ച സന്ദേശം അതിൽ ഒരു യോജിപ്പുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ പത്രോസിൻ്റെ പ്രസംഗം കേൾക്ക്, അതിനുശേഷം പൗലോസിൻ്റെ പ്രസംഗം കേൾക്ക്, അത് തമ്മിൽ യോജിപ്പുണ്ട്. ദർ വാസ് എ, അപ്പോസ്തലന്മാർ കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം പറഞ്ഞ സന്ദേശത്തിൽ ഒരു യോഗ്യതയുണ്ടായിരുന്നു. അവർ ഒരു സന്ദേശമാണ് ലോകത്തോട് പറഞ്ഞത്. അതിനെ വേദശാസ്ത്രം വിളിക്കുന്നൊരു വാക്കും കൂടെ ഞാനത് പറഞ്ഞ കവിലിയോ, അതിന് കെരിഗ്മ എന്നാണ് പറയുന്നത്. കെരിഗ്മ എന്ന് പറഞ്ഞാൽ അവർ പ്രസംഗിച്ച സന്ദേശം എന്നാണ് അതിൻ്റെ അർത്ഥം. അവർ പ്രസംഗിച്ചൊരു സന്ദേശമുണ്ടായിരുന്നു. ദർ വാസ് എ കെരിഗ്മ. അത് യേശുക്രിസ്തുവിൻ്റെ മരണവും പുനരുത്ഥാനവുമാണ്. അതാണ് അവരുടെ ദി എസൻസ് ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിൻ്റെ സാരാംശം, സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണവും പുനരുത്ഥാനവുമാണ്. അവിടെ അതിനെ അവതരിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക സഹോദരന്മാരെ. അബ്രഹാം വംശത്തിലെ മക്കളും അവരോട് ചേർന്ന ദൈവഭക്തന്മാരുമായുള്ളവർ. അപ്പോൾ ഒരു സുനഗോഗിൽ രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് പൊതുവേ ഉള്ളത്. ഒന്ന് യഹൂദന്മാരായിരിക്കുന്ന ആളുകൾ, രണ്ടാമത് യഹൂദന്മാരായിട്ടില്ലെങ്കിലും യഹൂദന്മാരുടെ ദൈവത്തോട് ബഹുമാനവും ആ ദൈവം പറയുന്നത് കേൾക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ, അവരെയാണ് ഗോഡ് ഫിയറേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെയാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞു, അവരോട് ചേർന്ന ദൈവഭക്തന്മാരുമായുള്ളവർ. നമുക്കാകുന്നു ഈ രക്ഷാവചനം അയച്ചിരിക്കുന്നത്. ഈ രക്ഷാവചനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രക്ഷാവചനം ഏത് രക്ഷാവചനമാണ്? അത് നമ്മൾ പറയേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ 23-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ പ്രസ്താവനയാണ് ഈ രക്ഷാവചനം. എന്താ രക്ഷാവചനം? അവൻ്റെ സന്തതിയിൽ നിന്ന് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഇസ്രയേലിന് യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു. അതാണ് രക്ഷാവചനം. ഈ രക്ഷാവചനം അയച്ചിരിക്കുന്നത് നമുക്കാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ രക്ഷാവചനത്തിന് ഏറ്റവും പ്രാധാന്യമേറിയ കാര്യമായി രണ്ട് കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണമാണ്.
അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന പ്രസ്താവന നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അദ്ദേഹം പറഞ്ഞു, യെരൂശലേം നിവാസികളും അവരുടെ പ്രമാണികളും അവനെയോ ശബത്ത് തോറും വായിച്ചു വരുന്ന പ്രവാചകന്മാരുടെ വചനങ്ങളെയോ തിരിച്ചറിയാതെ അവനെ ശിക്ഷയ്ക്ക് വിധിക്കിയാൽ അവയ്ക്ക് നിവൃത്തി വരുത്തി എന്നാണ് പൗലോസ് കർത്താവിനെ കൊന്നതിനെക്കുറിച്ച്, കർത്താവിന് വധശിക്ഷ വിധിച്ചതിനെക്കുറിച്ച് പറഞ്ഞത്. രണ്ട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ മനുഷ്യർക്ക്, യഹൂദന്മാർക്ക് പറ്റിയ രണ്ട് പ്രശ്നം ഇന്നത്തെ വർത്തമാനകാല ലോകത്തിനും പറ്റുന്ന പ്രശ്നമാണ്. സുവിശേഷം സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? സുവിശേഷം എന്തുകൊണ്ടാണ് മനുഷ്യർ സ്വീകരിക്കാത്തത് എന്ന് ചോദിച്ചാൽ ഈ രണ്ട് കാരണം പറയണം. രണ്ട് കാര്യങ്ങൾ അവർക്ക് പിടികിട്ടിയില്ല. ഒന്ന്, കർത്താവായ യേശു ക്രിസ്തു ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ല. അവനെയോ അല്ലേ, അവനെയോ യെരൂശലേം നിവാസികളും അവരുടെ പ്രമാണികളും അവനെയോ, കർത്താവായ യേശു ക്രിസ്തുവിനെ തിരിച്ചറിയാൻ പറ്റിയില്ല, യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നതാണ് അവരുടെ ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ശബത്ത് തോറും വായിച്ചു വരുന്ന പ്രവാചകന്മാരുടെ വചനങ്ങളെയോ തിരിച്ചറിഞ്ഞില്ല. ഈ രണ്ട് കാര്യം അവർക്ക് പറ്റുന്നത്. പഴയ നിയമത്തിൽ ദൈവം പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്ത ദൈവത്തിൻ്റെ വെളിപ്പാടുകളെ മനസ്സിലാക്കിയില്ല. രണ്ടാമത് ഈ വെളിപ്പാടുകൾ പൂർത്തീകരണമായിട്ട് കർത്താവായ യേശു ക്രിസ്തു വന്നപ്പോൾ യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റിയേ? എന്താ അങ്ങനെ സംഭവിച്ചത്? യേശു ക്രിസ്തുവിനെ തിരിച്ചറിയാനായിട്ട് സാധിക്കുമല്ലോ. യേശു ക്രിസ്തുവിനെ തിരിച്ചറിയാനായിട്ട് ദൈവം അടയാളം കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ തിരിച്ചറിയാനായിട്ട് ഞാൻ പറഞ്ഞു, ഞാനിന്ന് ഉച്ചയ്ക്ക് അല്ല ഞങ്ങൾ സഹോദരന്മാരോട് പറയായിരുന്നു, ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് എനിക്ക് ഒരു ഉടുപ്പേ ഉള്ളൂ. അപ്പോൾ എന്നെ തിരിച്ചറിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഉടുപ്പ് ആളുകൾക്കറിയാം. എല്ലാ ദിവസവും ഇത് തന്നെയാണല്ലോ. വന്നു എന്നുള്ള കാര്യം തിരിച്ചറിയാം. കാര്യം ചോദിച്ചാൽ ആ ഉടുപ്പ് എല്ലാവർക്കും അറിയാം, എല്ലാ ദിവസവും ഇതായിരുന്നത്. യേശു ക്രിസ്തുവിനെ തിരിച്ചറിയാനുള്ളതായിരിക്കുന്ന അടയാളം ഉണ്ടായിരുന്നു കേട്ടോ. അതെന്തെന്നറിയാമോ? അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും യേശു ക്രിസ്തുവിനെ ദൈവപുത്രൻ തിരിച്ചറിയുവാനുള്ള വ്യക്തമായ തെളിവുകൾ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിന് നൽകിയിരുന്നു. ആളുകൾ പറയാം, ഞങ്ങൾക്ക് അങ്ങോട്ട് തിരിച്ചറിയാൻ പറ്റിയില്ല. വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടക്കുന്നത് ഞങ്ങൾ കണ്ടു കേട്ടോ, അതുകൊണ്ടു. പക്ഷേങ്കിൽ ആളിനെ പിടികിട്ടിയില്ല. ശരി, മനസ്സിലായില്ലല്ലേ? കുഷ്ഠരോഗികളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അശുദ്ധനാണെന്ന് വിളിച്ചു പറയണം കേട്ടോ. കാര്യം ചോദിച്ചാൽ ആരെങ്കിലും അടുത്തു വരികയോ തൊടുകയോ ചെയ്താൽ അവരെല്ലാം അശുദ്ധന്മാരായിട്ട് തീരും. പക്ഷേങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ദൂരെ നിന്നാണ് പറഞ്ഞത് കേട്ടോ. കർത്താവ് ഇങ്ങനെ അടുത്ത് വരാൻ പറഞ്ഞത്. യേശു ക്രിസ്തു തൊട്ടു. കുഷ്ഠരോഗി തൊട്ടാൽ അശുദ്ധനാകും? അല്ല, യേശു ക്രിസ്തു കുഷ്ഠരോഗിയെ തൊട്ടാൽ അവർ ശുദ്ധനാകും. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നതാ. He touched and he was healed. അത് ശരി. ഈ കുഷ്ഠരോഗിയോട് പിന്നെ കർത്താവ് പറഞ്ഞു, കുഷ്ഠരോഗി സൗഖ്യമായതിനു ശേഷം പറഞ്ഞു, നീ പോയി പുരോഹിതന് നിന്നെ തന്നെ കാണിച്ച് പഴയ നിയമത്തിൽ കുഷ്ഠരോഗികൾ ശുദ്ധമായാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ആ പരിപാടിയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ ഇദ്ദേഹം കുഷ്ഠരോഗം മാറിയതിന് ശേഷം യെരൂശലേമിലെ ദേവാലയത്തിൽ ചെന്നു. അപ്പോൾ അവിടുത്തെ പുരോഹിതനോട് പറഞ്ഞു, എന്താ വന്നതെന്ന് ചോദിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കുഷ്ഠരോഗം മാറി, അതിനുള്ള ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി വന്ന. ഈ പുരോഹിതനെ കുഷ്ഠരോഗം മാറി എത്ര ആളുടെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്? എൻ്റെ മോനെ ചെയ്തിട്ടില്ല. കുഷ്ഠരോഗം മാറിയെന്ന് പറഞ്ഞ് ആരാ അങ്ങോട്ട് ചെന്നിട്ടുള്ളേ? കർത്താവ് കുറേ പേരെ വിട്ടുട്ടോ. അന്നേരമാണ് അദ്ദേഹം ഒരാൾ പറഞ്ഞു, ലേവിയ പുസ്തകത്തിലെ ചുരുളെല്ലാം എടുത്തങ്ങ് മറിച്ചു, എന്തുവാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എൻ്റെ പൊന്നെ. അപ്പം ഇവർ ചോദിച്ചു, എന്തു പറ്റി? ഒരു മനുഷ്യൻ ഞങ്ങളെ തൊട്ട് കഴിഞ്ഞപ്പോൾ കുഷ്ഠരോഗം മാറി. 5 അപ്പവും 2 മീനും കൊടുത്തു, 5000 മനുഷ്യർക്ക് കൊടുത്തു. ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ടോ? അയ്യോ, യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചതിന് ശേഷം ഇവനൊരു സാധാരണക്കാരനാണ് എന്ന് ചിന്തിക്കുവാൻ എന്ത് ന്യായമാണുള്ളത്? അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും യേശു ക്രിസ്തുവിനെ ദൈവപുത്രനെന്ന് തെളിയിച്ചു കൊടുത്ത ദൈവം, പക്ഷേ അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. അതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? അതിൻ്റെ കാര്യം ഞാൻ പറയാം.
അവർ പ്രതീക്ഷിച്ച നിലയിലല്ല കർത്താവ് പ്രവർത്തിച്ചത് എന്നുള്ളതാണ് അതിൻ്റെ കാരണം. നമ്മളുടെ ആ ഒരു ക്രമീകരണത്തിൻ്റെ ഉള്ളിൽ യേശുക്രിസ്തുവിനെ ഒതുക്കി നിർത്തുവാൻ സാധിച്ചില്ല. നമ്മുടെ പരിപാടികൾക്കും പദ്ധതികൾക്കും കൈയിടിക്കുന്ന ഒരു വ്യക്തിയായി കർത്താവായ യേശുക്രിസ്തുവിനെ കിട്ടിയില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ. ഇന്നെന്താ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നത്? യേശുക്രിസ്തുവിനെ ശ്രദ്ധിക്കുന്ന ആർക്കാണ് യേശുക്രിസ്തു നിസ്തുല്യനാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട്? ലോകത്തിൻ്റെ ചരിത്രത്തിൽ യേശുക്രിസ്തുവിനെ പോലെയുള്ള ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ കേട്ടോ. അത് മുസ്ലിങ്ങൾ നോക്കിയാലും അവർക്ക് മനസ്സിലാവും, ഹിന്ദുക്കൾ നോക്കിയാലും മനസ്സിലാവും, ലോകത്തുള്ള ആര് നോക്കിയാലും മനസ്സിലാവും. പിന്നെ എന്താ സ്വീകരിക്കാത്തത്? സ്വീകരിക്കാത്ത പറഞ്ഞാൽ നമ്മുടെ പരിപാടി അനുസരിച്ച് കാര്യം മുന്നോട്ട് പോകത്തില്ലല്ലോ, കാര്യം വ്യത്യാസപ്പെടുമല്ലോ. യേശുക്രിസ്തുവിനെയും സുവിശേഷത്തെയും സ്വീകരിക്കാനായിട്ട് അവർക്ക് മനസ്സായില്ല. യേശുക്രിസ്തു അവർ പ്രതീക്ഷിച്ചതുപോലെ അവരുടെ ഇംഗിതത്തിനനുസരിച്ച് അവരുടെ പദ്ധതികൾക്കും പരിപാടികൾക്കും ചേർന്ന നിലയിൽ അവരുടെ സംവിധാനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ക്രമീകരണമായിട്ട് യേശുക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ അല്ലെ അങ്ങനെ യേശുക്രിസ്തുവിനെ കിട്ടൂല. അല്ലെങ്കിൽ ഞാൻ പറയാം, ജീസസ് ക്രൈസ്റ്റ് വാസ് ഇൻകൺവീനിയൻറ്റ്. യേശുക്രിസ്തു ഒരു അസൗകര്യമായി വന്നു എന്നതാണ് പ്രശ്നം. അപ്പം ഞാൻ വിശ്വാസികളോടും അവിശ്വാസികളോടും ചോദിക്കാം, കർത്താവ് നമുക്കൊരു അസൗകര്യമാണോ? ഈസ് ജീസസ് ആൻ ഇൻകൺവീനിയൻസ്? കർത്താവ് നമുക്കൊരു അസൗകര്യമാണോ? കർത്താവ് തൻ്റെ കാലഘട്ടത്തിൽ ഒരു അസൗകര്യമായിരുന്നു, ഒരു വെല്ലുവിളിയായിരുന്നു, ഒരു രൂപാന്തരമായിരുന്നു. അവൻ തച്ചുടയ്ക്കുവാൻ തന്നെ വന്ന കർത്താവാണ്. സംവിധാനങ്ങളെ പിടിച്ചു നിർത്തുവാനല്ല, ദൈവഹിതത്തിന് വിപരീതമായുള്ളതിനെ ഒക്കെ തച്ചുടച്ച് ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കുവാൻ ഈ ലോകത്തിലേക്ക് വന്ന കർത്താവാണ്. ആ നിലയിൽ അവർക്ക് കർത്താവിനെ സ്വീകരിക്കാനായിട്ട് സാധിച്ചില്ല. എന്നിട്ട് അതിനെക്കുറിച്ച് പറയുന്ന സുവിശേഷത്തിൻ്റെ ആശ്ചര്യം എന്ന് പറയാം. സുവിശേഷത്തിൻ്റെ അവിശ്വസനീയമായ ആശ്ചര്യം, ദി ഓക്സിമോറോൺ ഓഫ് ദ ഗോസ്പൽ. ഓക്സിമോറോൺ ഓഫ് ദ ഗോസ്പൽ. സുവിശേഷത്തിൻ്റെ ആശ്ചര്യം എന്താ? യേശുക്രിസ്തുവിന് എതിരെ നിൽക്കുവാൻ അവർ തീരുമാനിച്ചു, യേശുക്രിസ്തുവിനെ തള്ളിക്കളയുവാൻ അവർ തീരുമാനിച്ചു. പക്ഷെങ്കിൽ എന്താ സംഭവിച്ചത്? പറഞ്ഞെന്നറിയാം, അവനെ ശിക്ഷയ്ക്ക് വിധിക്കിയാൽ അവയ്ക്ക് നിവൃത്തി വരുത്തി. എൻ്റെ പൊന്നെ, യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ് യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചു കൊന്നാൽ യേശുക്രിസ്തുവിൻ്റെ പരിപാടികൾ അവസാനിക്കുമെന്ന് വിചാരിച്ച ഈ മനുഷ്യർ യഥാർത്ഥത്തിൽ ചെയ്ത പരിപാടി യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന എല്ലാ തിരുവെഴുത്തുകളും നിവർത്തിക്കുകയാണ് അവർ ചെയ്തത്. They fulfilled God's promises and prediction about Jesus when they really mistreated him. കർത്താവിനെ അവർ തള്ളിപ്പറയുകയും കർത്താവിനോട് ഒരു അന്യായമായി പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പരിപാടികളെ പരാജയപ്പെടുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല കേട്ടോ. യഥാർത്ഥ ദൈവത്തിൻ്റെ പരിപാടികളെ പൂർത്തീകരിക്കുകയാണ് ചെയ്തത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, ദൈവത്തെ തോൽപ്പിക്കാമെന്ന് വിചാരിക്കരുത് കേട്ടോ. നിങ്ങളുടെ ജീവിതങ്ങൾ നശിപ്പിക്കാനേ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ, അല്ലാതെ ദൈവത്തെയും ദൈവത്തിൻ്റെ പരിപാടികളെയും പരാജയപ്പെടുത്താനായിട്ട് സാധിക്കില്ല. ഞങ്ങൾ രാവിലെ പറയുമായിരുന്നു, മനുഷ്യരെന്തിനാ ദൈവത്തോട് മത്സരിക്കുന്നത്? മനുഷ്യരെന്ന് പറയണ്ട, ഞാനെന്തിനാ ദൈവത്തോട് മത്സരിക്കുന്നത്? മത്സരിച്ചാൽ ജയിക്കില്ലെന്ന് അറിയത്തില്ലേ, പിന്നെ എന്തിനാ മത്സരിക്കുന്നത്? അയ്യോ, വിടത്തില്ലെന്നേ. ദൈവം പറയുന്നത് കേൾക്കുകയില്ല, ദൈവത്തിൻ്റെ പരിപാടികളെ സ്വീകരിക്കുകയില്ല, ദൈവത്തോട് മത്സരിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ പൗലോസ് വേറെടുത്ത് പറയുന്ന പ്രസ്താവന ഞാൻ പറയാം, ദൈവത്തെ ആർക്കും ഒരു നാളും പരിഹസിച്ചുകൂടാ, ഒരു മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ദൈവത്തെ ആർക്കും ഒരു നാളും പരിഹസിച്ചുകൂടാ. ദൈവത്തിൻ്റെ പദ്ധതികളെയും പരിപാടികളെയും പരാജയപ്പെടുത്താൻ സാധിക്കില്ല. If you align yourself with the purposes of God, you are blessed. ജീവിതത്തെ അനുഗ്രഹപൂർണ്ണമാക്കുവാനുള്ള വഴി ദൈവത്തിന് വിധേയപ്പെടുന്നതാണ്, യേശുക്രിസ്തുവിന് വിധേയപ്പെടുന്നതാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. You will never win against Christ. യേശുക്രിസ്തുവിനെതിരെ നിന്ന് നിങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ പച്ചയായിട്ട് പറയാം. അവർ യേശുക്രിസ്തുവിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് തീരുമാനിച്ചു കേട്ടോ. പക്ഷെങ്കിൽ അവരുടെ ആ പരിപാടിയിൽ ദൈവം പറഞ്ഞ കാര്യം പൂർത്തീകരിക്കുകയാണ് ചെയ്തത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു കേട്ടോ, അവനിൽ മരണത്തിന് ഒരു ഹേതുവും കാണാഞ്ഞിട്ടും അവർക്ക് മനസ്സിലായില്ല, യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ മനസ്സായില്ല, യേശുക്രിസ്തുവിനെതിരെ നിൽക്കാൻ തീരുമാനിച്ചു. പക്ഷെങ്കിൽ യേശുക്രിസ്തുവിനെതിരെ നിൽക്കാനായിട്ട് വല്ല കാരണവുമുണ്ടോ? വല്ല കാര്യമുണ്ടോ? മരണത്തിന് ഒരു ഹേതുവും കാണാഞ്ഞിട്ടും യേശുക്രിസ്തുവിനെ കൊല ചെയ്യുവാനായിട്ട് എന്ത് കാരണമാണ് അവർക്ക് പറയാൻ സാധിച്ചത്? കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയതാണോ?
വിശക്കുന്നവർക്ക് ആഹാരം കൊടുത്തതാണോ? ഭ്രാന്തന്മാരുടെ ഭ്രാന്ത് മാറ്റി അവർക്ക് സുബോധം നൽകിയതാണോ പ്രശ്നം? യേശുവിനെ വെറുക്കാൻ നമ്മളുടെ ബോബി ജോർജ് സഹോദരൻ ഇഷ്ടപ്പെടുന്നൊരു പ്രസ്താവന ഞാൻ പറയാം. അത് തിരുവട്ടാർ കൃഷ്ണൻകുട്ടി പറഞ്ഞ പ്രസ്താവന. അദ്ദേഹം പറഞ്ഞു, എൻ്റെ യേശുവിനെ തള്ളിക്കളയുവാൻ നിങ്ങൾക്ക് എന്ത് ന്യായമാണുള്ളത് എന്ന് അദ്ദേഹം ചങ്കിനടിച്ചുകൊണ്ട് ചോദിക്കും. എൻ്റെ യേശുവിനെ തള്ളിക്കളയുവാൻ നിങ്ങൾക്ക് എന്ത് ന്യായമാണ് പറയുവാനുള്ളത്? ഒരു ന്യായമില്ല കേട്ടോ, ഒരു ന്യായമില്ല. കർത്താവിനെ കൊല ചെയ്യാൻ ഒരു കാരണവുമില്ല. ക്രൂരനായ പീലാത്തോസ് പോലും കൈ കഴുകിച്ച് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. യേശുക്രിസ്തുവിൻ്റെ പേരിൽ ഒരു ആരോപണം ഉന്നയിക്കുവാൻ, യേശുക്രിസ്തുവിനെതിരെ ഒരു കുറ്റം പറയുവാൻ മനുഷ്യർക്ക് ആർക്കും കഴിയുകയില്ല. എങ്കിലും യേശുവിനെ സ്വീകരിക്കാൻ മനുഷ്യർക്ക് മനസ്സില്ല. എന്താ മനുഷ്യർ പറയുന്നത്? അവനെ ക്രൂശിക്കുക. അതാണ് മനുഷ്യൻ്റെ ആക്രോശം. എന്ത് കുറ്റമാണ് എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ ചെയ്തേ? അയ്യോ, നോർത്ത് ഇന്ത്യയിലൊക്കെ അങ്ങ് പെരുകി നിൽക്കുകയല്ലയോ യേശുവിനെതിരായിട്ട് നിൽക്കുക. എന്താ കാരണം? അവനെ ക്രൂശിക്കാം, അതാ കാരണം. അയ്യോ, അതാണോ കാരണം? ഒരു കാരണമില്ലല്ലോ. യേശുക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ നിങ്ങളുടെ ജീവിതം വ്യത്യാസപ്പെടും, നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും രൂപാന്തരവും ഉണ്ടാകും. നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ സ്നേഹിക്കും, മക്കളെ സ്നേഹിക്കും, മക്കൾക്ക് അനുഗ്രഹം ഉണ്ടാവും. അയ്യോ, അത് ശരി, അപ്പം ഞാൻ യേശുവിനെ എതിർക്കണ്ടേ? വേണ്ടേ? ഇത്രയും അനുഗ്രഹം തരുന്ന കർത്താവിനെ സ്വീകരിക്കുന്നത് ശരിയാണോ? യേശു ഏത് സമൂഹത്തിൽ വന്നിട്ടുണ്ടോ, ഏത് മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ, അവിടെ രൂപാന്തരം വന്നിട്ടുണ്ട്. ആ സമൂഹം സമൂലമായി വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒറീസയിൽ പോയിട്ടുണ്ടോ, അപ്പോൾ കാണ്ടമാൽ ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോഴേ അവർ ഒരുപാട് കത്തിച്ചു കളഞ്ഞു, അത് ശരിയാ. എങ്കിലും ക്രിസ്തീയ വില്ലേജുകളും ക്രിസ്തീയമല്ലാത്ത വില്ലേജുകളും തമ്മിൽ കണ്ട് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇല്ല, നിങ്ങൾ അതിലൂടെ പോകുമ്പോൾ ഏത് ഗ്രാമമാണ് ക്രിസ്തീയ ഗ്രാമം, ഏതാണ് ക്രിസ്തീയമല്ലാത്തതെന്ന് തിരിച്ചറിയാൻ പറ്റും. അവിടെയുള്ള വൃത്തി, അവിടെയുള്ളതായിരിക്കുന്ന കെട്ടിടങ്ങളുടെ ഭംഗി, അവിടെയുള്ള വീടുകൾ, ഇതൊക്കെ കണ്ടറിയാം ഇതൊരു ക്രിസ്തീയമായ ഗ്രാമമെന്നറിയാം. അപ്പോൾ കർത്താവിനെ നമ്മൾ വെറുക്കണ്ടേ? കരുവിലെ കർത്താവ് വന്നാൽ സമൂഹം മെച്ചമാകും, വീടുകൾ മെച്ചമാകും, മനുഷ്യർ മെച്ചമാകും. ഒരു കാരണവും കാണാഞ്ഞിട്ടും അവർ അവനെ ക്രൂശിക്കാനായിട്ട് ആക്രോശം. അതാണ് എൻ്റെ പൊന്നു സഹോദരങ്ങളെ മനുഷ്യ ഹൃദയം എന്ന് പറയുന്നത്. അതാട്ടോ അപാരമായ, അവിശ്വസനീയമായ ഒരു ഭയങ്കര പരിപാടിയാണ് ഈ കർത്താവിനെ തള്ളിക്കളയുക എന്ന് പറയുന്ന പരിപാടി. ഒരു കാരണവും കാണാഞ്ഞിട്ട് അവനെ കൊല്ലണം എന്നവർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. എന്നിട്ട് അടുത്തായിട്ട് വരുന്നത്, അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും തികച്ച ശേഷം മനുഷ്യർ ദൈവത്തോട് മത്സരിക്കുകയും ഒരുപാട് പരിപാടികളൊക്കെ ചെയ്യുകയും ചെയ്യുമെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതികളെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല. ദൈവം അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവർത്തിച്ച ശേഷം അവർ കർത്താവിനോട് ചെയ്തതൊക്കെയും മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ദൈവം ഉദ്ദേശിച്ച പാപത്തിൻ്റെ മേലുള്ള ശിക്ഷയായി ദൈവം അതിനെ കണക്കാക്കുകയും മനുഷ്യർക്ക് പാപത്തിൽ രക്ഷപ്പെടുവാനുള്ള വഴിയായി, രക്ഷകനായി യേശുക്രിസ്തുവിനെ നമ്മുടെ മധ്യത്തിൽ ഉയർത്തുകയും ചെയ്തു. അതാണ് ചെയ്തത്. അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് നമുക്ക് പകരക്കാരനായി അവൻ കുരിശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നാണ് പ്രവാചകൻ അതിനെക്കുറിച്ച് പറയുന്നത്. അവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ അവർ കൊല ചെയ്തു, കർത്താവിനെ കൊന്നു. അത് നമ്മളുടെ വിടുതലിന് ഉള്ള അടിസ്ഥാനമായി, നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ദൈവം വരുത്തിയ പാപപരിഹാര ബലിയാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം അതിനെക്കുറിച്ച് പറയുന്നത്. അവിടെ അടുത്തതായിട്ട് പറയുന്ന കാര്യം യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാകട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം യേശുക്രിസ്തുവിൻ്റെ മരണവും യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനവുമാണ്. യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, എന്നിട്ട് യഥാർത്ഥത്തിൽ അപ്പോസ്തലനായ പൗലോസ് കൂടുതൽ സ്ഥലം നൽകിയിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിനാണ്. ചിലപ്പോൾ നമ്മളുടെ പ്രസംഗത്തിൽ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് പലപ്പോഴും നമ്മൾ അത്രത്തോളം പ്രാധാന്യം കൊടുക്കത്തില്ല. അതൊരു കുറവാണ് കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മരിക്കാനായിട്ട് മനുഷ്യർക്ക് കഴിയുമോ? മനുഷ്യർക്ക് മരിക്കാൻ കഴിയും കേട്ടോ. നമ്മളെയൊക്കെ തല്ലാനും അടിക്കാനും കൊല്ലാനും ഒക്കെ മനുഷ്യർക്ക് സാധിക്കും. അത് മനുഷ്യർക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. പുനരുത്ഥാനമില്ലെങ്കിൽ
യേശുക്രിസ്തുവിന്റെ മരണമെന്ന് പറയുന്ന ഒരു രക്തസാക്ഷിത്വമാണ്. നീതിമാനും നിർമ്മലനുമായിരിക്കുന്ന ഒരു മനുഷ്യൻ ക്രൂരരായ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട് ഒരു രക്തസാക്ഷിയായി അവസാനിച്ച വളരെ ഇറ്റ് ഇസ് എ ട്രാജിക് എൻഡ് ടു എ ഗുഡ് ലൈഫ്. പാപരഹിതമായിരിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ക്രൂരമായ ഒരു അവസാനമായിട്ട് മാത്രമേ യേശുക്രിസ്തുവിൻ്റെ മരണം അതിൽ അവസാനിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. യേശുക്രിസ്തു വ്യത്യസ്തനാണെന്നുള്ള കാര്യം മനസ്സിലാകുന്നത് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെയാണ്. നിങ്ങൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് പറഞ്ഞു, ദൈവമോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ സുവിശേഷത്തിൻ്റെ അത്ഭുതം എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഇത് ഓക്സിമോറോൺ ഓഫ് ദ ഗോസ്പൽ. സുവിശേഷത്തിൻ്റെ അത്ഭുതം. യഹൂദന്മാർ അവർ തീരുമാനിച്ചൊരു കാര്യം എന്താണെന്നറിയാമോ? അവർക്ക് ആശ്വാസമായി വന്നൊരു കാര്യം, ഏതായാലും ഇവൻ്റെ കാര്യം കഴിഞ്ഞു, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ശല്യം അവസാനിച്ചു, അവനെ ഞങ്ങൾ മരത്തിൽ തറച്ചു കൊന്നു, അങ്ങനെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചു. എന്നിട്ട് പിന്നെ പ്രശ്നം ആളുകൾ കർത്താവ് മരിക്കുന്നതിന് മുമ്പേ ഉയർത്തെഴുന്നേൽക്കുന്നൊക്കെ പറഞ്ഞല്ലോ. പിന്നെ വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ടെന്ന് വിചാരിച്ച് കല്ലറയ്ക്ക് കാവൽ നിർത്തി. മരിച്ചവിടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുവാൻ കഴിയും വിധം ഇവൻ്റെ ശിഷ്യന്മാർ വന്ന് മോഷ്ടിച്ചിട്ട് രണ്ടാമത്തെ ആദ്യത്തെ ചതിയേക്കാളും ഭയങ്കരമാകും. അതുകൊണ്ട് കല്ലറയ്ക്ക് ഞങ്ങൾ കാവൽ നിർത്തി, യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നില്ല എന്ന് ഉറപ്പാക്കും എന്നാണ് പറഞ്ഞത്. മരിക്കാൻ പറ്റും കേട്ടോ, പക്ഷെ ഉയർത്തെഴുന്നേൽക്കാൻ പറ്റില്ല. ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വ്യക്തി മാത്രമേ ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. മരിച്ചവിടയിൽ നിന്ന് മടങ്ങി വന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ സാധാരണ പറയാറുണ്ട്, ലാസർ മരിച്ചവിടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ലാസറും കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ നമ്മൾ വ്യത്യാസം എന്തുവാ? ലാസറിന് 2 സംസ്കാരം കിട്ടി. അപ്പം ഞാൻ പറയും, ആദ്യത്തെ സംസ്കാരത്തിന് സംബന്ധിക്കാൻ പറ്റാത്തവർക്ക് രണ്ടാമത്തെ സംസ്കാരത്തിന് വരാൻ പറ്റി. ആദ്യമൊക്കെ കരയണമെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷെ കരയാൻ പറ്റിയില്ല. അവരെ ഈ പ്രാവശ്യം രണ്ടാമത്തെ സംസ്കാരത്തിന് ഭയങ്കരം കരച്ചിൽ, അത് പറ്റി. എൻ്റെ പൊന്നെ, 2 സംസ്കാരം. എന്നാൽ പറഞ്ഞത്, ദൈവം ഉയർപ്പിച്ചവനോ ദ്രവത്വം കണ്ടില്ല. കർത്താവായ യേശുക്രിസ്തു മരണത്തെ പരാജയപ്പെടുത്തി ഒരിക്കലും മരിക്കാത്തവനായി ജീവന്റെ ഉറവിടമായി ഉയർത്തെഴുന്നേറ്റ് മരണത്തെ പരാജയപ്പെടുത്തി ഏക വ്യക്തി കർത്താവായ യേശുക്രിസ്തുവാണ്. സരോജിനി നായിഡു, നമ്മുടെ മഹാത്മാഗാന്ധി മരിച്ച പുള്ളിയെ അടക്കമൊന്നും ചെയ്തില്ല, അവർ കത്തിച്ചു കേട്ടോ. കത്തിച്ച് ചാരമൊക്കെ ആക്കിയിരുന്നു. ആ കത്തിച്ചതിൻ്റെ 3-ാം ദിവസം സരോജിനി നായിഡു വന്നിട്ട് പറഞ്ഞു, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, മഹാത്മാവേ അങ്ങ് വല്ല കാര്യവും ചെയ്ത് ഉയർത്തെഴുന്നേറ്റ് വല്ലതും വരുമോ എന്ന്. ഇല്ലെന്നേ, ഇല്ല. ലോകത്തിൻ്റെ ചരിത്രത്തിൽ യേശുക്രിസ്തു അല്ലാതെ ഉയർത്തെഴുന്നേറ്റ മറ്റാരുമില്ല. നമ്മൾ സുവിശേഷം പറയുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്? നമ്മളൊന്ന് തലയൊക്കെ ഒന്ന് കുനിച്ച് വളരെ പവിത്രയോടുകൂടെ, അങ്ങനെ പറയുന്ന കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ പവിത്രയോടുകൂടെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കേട്ടോ. അത് ശരി, സാധാരണ നടക്കുന്ന സംഭവമല്ലേ? അതിലൊരു സംഭവമായിട്ട് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് എന്ന് പറയുമ്പോൾ നെഞ്ച് വിരിക്കണം കേട്ടോ. എന്നിട്ട് തൻ്റെ അടുത്തോട് പറയണം, യേശുക്രിസ്തു അല്ലാതെ ലോകത്തിൽ ഒരു വ്യക്തിയും മരണത്തെ പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റില്ല. ഒരു പ്രസംഗൻ, അദ്ദേഹം ഇച്ചിരി തമാശയോടൊക്കെ പറയുന്നയാൾ, എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടം. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒരു സ്ഥലത്ത് പോയ വഴിതെറ്റി കഴിഞ്ഞപ്പോഴേ അവിടെ ജീവനുള്ളൊരു മനുഷ്യൻ നിൽപ്പുണ്ട്, ഒരു ശവവും കിടപ്പുണ്ട്. അപ്പോൾ ചോദിച്ചു, വഴി ആരോട് നിങ്ങൾ ചോദിക്കും? വളരെ കാഠിന്യമേറിയൊരു ചോദ്യം അല്ലേ? ജീവനുള്ളൊരു മനുഷ്യൻ നിൽക്കുന്നു, മരിച്ചൊരു ശവവും കിടക്കണു, ആരോടാ വഴി ചോദിക്കുക? എ മരിച്ചയാളിനോട്, ബി ജീവനുള്ള ആളിനോട്. വേണ്ടത് അതിനാവശ്യമില്ല, ജീവനുള്ള ആളിനോടെ ചോദിക്കുകയുള്ളൂ, ശവത്തോട് ആരും ചോദിക്കില്ല. ലോകത്തിലുള്ള മനുഷ്യർ നിന്ന് അവരുടെ വഴി അന്വേഷിക്കുന്ന ആരാന്നറിയാമോ? മരിച്ച ശവമായി അവരുടെ ഓർമ്മ മുഴുവനും നശിച്ച് അവസാനിച്ചു പോയ മനുഷ്യരോടാണ് ഇന്ന് മനുഷ്യർ വഴി ചോദിക്കുന്നത്. ഞാൻ തന്നെ
വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പ്രഖ്യാപിച്ചു. മരണത്തെ പരാജയപ്പെടുത്തിയ യേശുക്രിസ്തുവിനോട് ചോദിക്കാൻ മനുഷ്യർക്ക് മനസ്സില്ല. എന്തൊരു ഭയങ്കരമാണെന്ന് പറ, എന്തൊരു ഭയങ്കര ഇത്. കർത്താവായ യേശുക്രിസ്തു മരണത്തെ പരാജയപ്പെടുത്തി ഉയർത്തുന്ന ഒരു യേശുക്രിസ്തു ദൈവപുത്രനാണ് എന്നുള്ളതിൻ്റെ തെളിവ് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ്. യേശുക്രിസ്തു പറഞ്ഞതെല്ലാം സത്യമാണ് എന്നുള്ളതിൻ്റെ തെളിവ് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ്. ശൂന്യമായ കല്ലറയാണ്. അതുപോലെ ഒരു വ്യക്തിക്കും സംസാരിക്കാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് സീക്ക് ഹിം, ആസ്ക് ഹിം. ഹി ഈസ് ദ ലൈറ്റ് ആൻഡ് ഹി ഈസ് ദി ആൻസർ ആൻഡ് ഹി ഈസ് ദ ട്രൂത്ത്. യേശുക്രിസ്തുവാണ് മറുപടി, യേശുക്രിസ്തുവാണ് ഉത്തരം, യേശുക്രിസ്തുവാണ് രക്ഷകൻ. യേശുക്രിസ്തു മരിച്ചവിടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഏക വ്യക്തിയാണ്. ദൈവമോ അവനെ മരിച്ചവിടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പം ഞാനത് നേരത്തെ പറഞ്ഞപ്പോൾ ഓക്സിമോറോൺ ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിൻ്റെ അത്ഭുതം എന്ന് പറയുന്നത് ഇനി യേശുവിനെ കൊണ്ടൊരു ശല്യമൊന്നും ഇല്ലെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് യേശുവിൻ്റെ ശല്യം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. യേശുവിനെ കുറിച്ച് ഇനി പരിപാടിയൊന്നുമില്ല, ഇത് അവസാനിച്ചു എന്ന് വിചാരിച്ചപ്പോഴാണ് യേശുവിനെ കുറിച്ചുള്ള പ്രശ്നം ഏറ്റവും ഗുരുതരമായി തീരുന്നത്. അവൻ്റെ കല്ലറ ശൂന്യമായിരിക്കുന്നു എന്ന് 3-ാം ദിവസത്തിൽ അവിടെ ചെന്നതായിരിക്കുന്ന ചില ബലഹീന സഹോദരിമാർ വന്ന് പറഞ്ഞു, ഞങ്ങൾ അവനെ കാണുന്നില്ല, അവൻ്റെ കല്ലറ ശൂന്യമാണ് എന്ന് പറഞ്ഞു. അവിടെയാണ് പ്രശ്നം ആരംഭിക്കുന്നത്. ദി എംപ്റ്റി ടൂംബ് ഓഫ് ജീസസ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു 40-ലധികം ദിവസം ഒരു മനുഷ്യനും ജീവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം എത്ര പ്രാവശ്യം നിങ്ങളോട് കാണിച്ചു തരണം? ഞാനന്ന് ആദ്യത്തെ പ്രാവശ്യം കണ്ടാൽ ഞാൻ സമ്മതിക്കുകയില്ല. ഒരു 2-3 പ്രാവശ്യം ആകുമ്പം എനിക്ക് മതിയാവും കേട്ടോ. മതി കർത്താവ്, എനിക്ക് ബോധ്യായി എന്ന് പറയും. 40 ദിവസം ഞാൻ വിചാരിക്കുന്നത് ഒരു 10-100 പ്രാവശ്യം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം തന്നെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. എന്നിട്ട് പൗലോസ് പറയും, അവർ ഞങ്ങളോട് കൂടെയുണ്ട്. ഗലീലയിൽ നിന്ന് പുറപ്പെട്ടു വന്നതായിരിക്കുന്ന ആ സഹോദരന്മാരാണ് ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അവൻ മരിച്ചവിടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നതിന് സാക്ഷ്യമായി അവനെ കണ്ണുകൊണ്ട് കണ്ട ആളുകൾ ഞങ്ങളോട് കൂടെയുണ്ട്. അവൻ മരിച്ചവിടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ്. യേശുക്രിസ്തു പറഞ്ഞതെല്ലാം ശരിയാണ് എന്നുള്ളതിന് തെളിവ്. അതിന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നൊരു പ്രസ്താവന ഉണ്ട് കേട്ടോ. അദ്ദേഹം പറഞ്ഞു, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് 2-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഒരു ഉദ്ധരണി പറയുമ്പോൾ എക്സാക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്ന പുതിയ നിയമത്തിലെ ഒരേ ഒരു സംഭവം ആയത് കേട്ടോ. 2-ാം സങ്കീർത്തനം എന്ന് പറഞ്ഞു കേട്ടോ. മറ്റെവിടെ പറഞ്ഞാലും ഒരിടത്ത് അല്ലെങ്കിൽ സങ്കീർത്തനത്തിൽ നോക്കിയാൽ ഒരു കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞ ഏക സ്ഥലമെന്നാണ് സ്നാബൽ അതിനെക്കുറിച്ച് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇത് കൃത്യമായിട്ട് പറഞ്ഞു. 2-ാം സങ്കീർത്തനത്തിൽ നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഇത് വളരെ പ്രസിദ്ധമായിരിക്കുന്ന പ്രസ്താവനയാണ്. 2-ാം സങ്കീർത്തനം അവിടെ പിതാവായ ദൈവം തൻ്റെ അഭിഷക്തനായിരിക്കുന്ന മെശിഹയോട് പറയുന്ന പ്രസ്താവനയാണ്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അതിന് 1-ലധികം ആപ്ലിക്കേഷനൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അതിൽ ഏറ്റവും വ്യക്തമായ പ്രസ്താവന എന്ന് പറയുന്ന പുനരുത്ഥാനത്തിൻ്റെ പ്രസ്താവനയാണ്. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ദൈവത്തിൻ്റെ പ്രഖ്യാപനമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം എന്ന് പറയുന്നത്. യേശുക്രിസ്തു ദൈവപുത്രനാണെന്നുള്ളത് നമ്മളെങ്ങനെ അറിയുന്നത്? യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് അറിയുന്നത് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ്. അതിനടിസ്ഥാനമായിരിക്കും നീ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രഖ്യാപനമാണ്, നീ എൻ്റെ പുത്രൻ, യു ആർ മൈ സൺ. ദൈവത്തിൻ്റെ പുത്രനാണ് യേശുക്രിസ്തു എന്നുള്ളതിൻ്റെ അലംഘനീയമായിരിക്കുന്ന തെളിവാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ദ്രവത്വം കണ്ടില്ല കേട്ടോ. ദാവീദ് പറയുന്നുണ്ട്, നീ എൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല. അത് ദാവീദിനെ കുറിച്ചാണെന്നൊക്കെ ചിലർ പറയാൻ ശ്രമിക്കും. അപ്പോൾ അതേ പറയും, അയ്യോ അങ്ങനെയല്ലല്ലോ, അവൻ്റെ കല്ലറ നമ്മളുടെ അടുത്ത് ഉണ്ടല്ലോ, അവൻ മരിച്ചു, അവൻ്റെ ശുശ്രൂഷ തികച്ചു, അവൻ ദ്രവത്വം കണ്ടു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന് മരണത്തിനോ ദ്രവത്വത്തിനോ യാതൊരു അധികാരവുമില്ലാതെ എന്നേക്കുമായി നിത്യമായി ഉയർത്തെഴുന്നേറ്റ് അധികാരിയായി ജീവിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ.
യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാൻ പേടിക്കണ്ട, യേശുക്രിസ്തുവിനെ കുറിച്ച് വിശ്വസിക്കാനായിട്ട് ഭയപ്പെടണ്ട. മരണത്തെ പരാജയപ്പെടുത്തി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ നമ്മളുടെ കർത്താവ്, അതാണ് നമ്മുടെ സുവിശേഷം, അതാണ് നമ്മളുടെ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം. മൂന്നാമത് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. സുവിശേഷത്തിൻ്റെ അനുഗ്രഹം, സുവിശേഷത്തിൻ്റെ തയ്യാറെടുപ്പ് യോഹന്നാൻ സ്നാപകൻ, സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണവും പുനരുത്ഥാനവും, സുവിശേഷത്തിൻ്റെ അനുഗ്രഹം. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ പറഞ്ഞു, രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ. പറഞ്ഞു, ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നു. പാപമോചനം എന്ന് പറയുന്ന കാര്യം യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ മനുഷ്യർക്ക് ലഭിക്കുകയുള്ളൂ. പാപമോചനം എന്ന് പറയുന്ന കാര്യം യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് യേശുക്രിസ്തുവിൻ്റെ പേരിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതായത് നിങ്ങൾ ഏത് കോടതിയിൽ ചെന്നാലും, ഏത് കോടതി, കുറ്റവിമുക്തി എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല. അവിടെ ഞാൻ പറയുകയാണ്, കോടതിയിൽ ചെന്നു, വക്കീൽ സാറിനറിയാം ഭയങ്കരം കരച്ചിൽ, ഇയാൾ കുറ്റക്കാരനായിട്ട് കൊലക്കുറ്റം ചെയ്തയാളാണ്, പക്ഷേ ഭയങ്കരം കരച്ചിൽ. ആ കരച്ചിൽ കണ്ടപ്പോൾ വക്കീൽ സാർ എഴുന്നേറ്റ് പറയുകയാണ്, കോടതിയിലോട് പറയുക, എൻ്റെ വക്കീൽ അല്ലെ, എങ്ങനെയാ നമ്മുടെ ജഡ്ജിയെ, യുവർ ഹൈനസ് അല്ലേ, അപ്പോൾ പറയുക, ഈ മനുഷ്യൻ്റെ കരച്ചിൽ കണ്ടു, അവൻ്റെ അനുതാപം കണ്ടു, അതുകൊണ്ട് എന്ത് ചെയ്യണം, അദ്ദേഹത്തെ വെറുതെ വിടുന്നു. വക്കീൽ സാറേ എന്തായിരിക്കും കോടതിയിലെ ജഡ്ജി പറയുക, അതേ പറയും, ഇത് കരഞ്ഞോ കരഞ്ഞില്ലയോ എന്നുള്ളത് ഒന്നും പ്രശ്നമല്ല, ഇവ കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷ, അതല്ലാതെ പിന്നെ അതിൽ നിന്നൊരു വേറൊരു വിടുതലില്ല. ലോകത്തിലെ നീതിന്യായ നിയമത്തിൻ്റെ മുൻപിൽ മനുഷ്യർക്ക് കുറ്റങ്ങളെ ക്ഷമിച്ചു കൊടുക്കുവാൻ കഴിയുകയില്ല, കുറ്റത്തിന് ശിക്ഷ കൊടുക്കാനേ പറ്റത്തുള്ളൂ. കുറ്റത്തിൽ നിന്നുള്ള വിമോചനവും കുറ്റത്തിൽ നിന്നുള്ളതായിരിക്കുന്ന ക്ഷമയും യേശുക്രിസ്തുവിൻ്റെ പേരിൽ മാത്രമേ മനുഷ്യർക്ക് ലഭിക്കുകയുള്ളൂ. ഞാൻ 32-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ നടുങ്ങും കേട്ടോ. എൻ്റെ പാപങ്ങളെ എന്നോട് ക്ഷമിച്ചു തരുവാൻ, അതിൻ്റെ കുറ്റം എന്നോട് കണക്കിടുകയില്ല എന്ന് പറയുവാൻ സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനെ എനിക്ക് പകരക്കാരനായി തന്ന് എൻ്റെ പാപങ്ങളെ ക്ഷമിക്കുന്നു എന്നുള്ളത് എത്ര ഭയങ്കര അതിശയമാണ്. നമ്മളൊക്കെ പാപക്ഷമ പ്രാപിച്ച ആൾക്കാരാണ് കേട്ടോ. എന്നാൽ ഒരാളിനോടൊരു കുറ്റം ചെയ്തതിന് ശേഷം നിങ്ങൾ അദ്ദേഹത്തോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം നിങ്ങൾ നോക്കണം. ക്ഷമിക്കത്തില്ലെന്ന് ഒരാൾ പറഞ്ഞ എനിക്കറിയാം, ഞാൻ ക്ഷമിക്കും പക്ഷെ മറക്കത്തില്ല, അങ്ങനെ പറഞ്ഞു. ഞാൻ ക്ഷമിക്കും പക്ഷെ ഞാൻ എന്ത് ചെയ്യില്ല, മറക്കാതെന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാനത് കാണിക്കൂന്ന്, അതായി പറയുന്നത്. കർത്താവൻ നമ്മളോട് പറയാ, ഞാൻ നിൻ്റെ പാപങ്ങളെ സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു, ഞാൻ നിൻ്റെ പാപങ്ങളെ ഓർക്കയില്ല. നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ, പാപക്ഷമ നൽകുവാൻ കർത്താവായ യേശുക്രിസ്തുവിനല്ലാതെ ആർക്കും സാധിക്കില്ല. രണ്ടാമത് അദ്ദേഹം പറയുന്ന കാര്യം, അദ്ദേഹം പറഞ്ഞു, മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുത്തുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന നീതീകരണം, അതിനെക്കുറിച്ചാണ് അപ്പസ്തലനായ പൗലോസ് പറയുന്നത്. യഥാർത്ഥത്തിൽ അപ്പസ്തലനായ പൗലോസിൻ്റെ ഒരു ഫേവറിറ്റ് ആശയമാണ് ഈ നീതീകരണം എന്ന് പറയുന്നത്. പത്രോസിൻ്റെ പ്രസംഗത്തിൽ അതില്ല കേട്ടോ, ഇതിന് മുമ്പ് പ്രസംഗിച്ച പ്രസംഗങ്ങളിലൊന്നും അത് കാണുകയില്ല. പക്ഷേ പൗലോസിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രസ്താവനയാണ് നീതീകരണം എന്ന് പറയുന്ന കാര്യം. അതിനെക്കുറിച്ചൊരു വാക്യം പറയാം. നീതീകരണം എന്ന് പറയുന്നത് നീതിമാനായിട്ട് പരിഗണിക്കുകയാണ്, നീതിമാനായിട്ട് പ്രഖ്യാപിക്കുകയാണ്. നമ്മളുടെ പേരിൽ ഒരു കുറ്റവുമില്ല എന്ന് മാത്രമല്ല, ദൈവം ആവശ്യപ്പെട്ടതെല്ലാം ദൈവത്തിന് തൃപ്തികരമായ രീതിയിൽ നാം നിവർത്തിച്ചിരിക്കുന്നു എന്ന ആ സ്ഥിതി, ആ സ്ഥാനം ദൈവം നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത്. ന്യായപ്രമാണത്തിൽ നിന്ന് നിങ്ങൾക്ക് നീതീകരണം വരുത്തുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും. നിങ്ങൾക്കറിയാമോ ഒരു കാര്യം, നിങ്ങൾക്കറിയാമോ, എനിക്കറിയത്തില്ല, അറിയാമോ, പഴയ നിയമത്തിൽ മനഃപൂർവ്വമായി ചെയ്ത പാപങ്ങൾക്ക് യാഗമില്ല കേട്ടോ. നിങ്ങൾക്കറിയാമോ അത്? പഴയ നിയമത്തിലെ യാഗങ്ങൾ എന്തിനു വേണ്ടിയാണ്? എല്ലാം അബദ്ധവശാൽ ചെയ്തു പോയ കുറ്റങ്ങൾക്ക് വേണ്ടിയാണ്, മനഃപൂർവ്വമായിട്ടുള്ള പാപങ്ങൾക്ക് വേണ്ടിയല്ല. അബദ്ധത്തിലുള്ള കുറ്റമാണ്. അല്ലാതെ മനഃപൂർവ്വമായിട്ട് ഒരുത്തനെ തല്ലിക്കൊന്നതിന് ശേഷം
നമ്മൾ അവിടെ ദേവാലയത്തിൽ ചെല്ലുക, ഞാനൊരാളെ അടിച്ചു കേട്ടോ, ശരി, അതിന് ഏതൊക്കെ യാഗമാണ് ചെയ്യേണ്ടത്, എത്ര ആടിനെ ഞാൻ കൊണ്ടുവരണം? അവിടെ ആടിനെ കൊടുത്താൽ പറ്റില്ല കേട്ടോ. 51 സങ്കീർത്തനത്തിൽ അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, നീ ഹനനയാകും ഭോജനയാകും നീ ഇച്ഛിച്ചില്ല, ഇച്ഛിച്ചിരുന്നെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു. രാജാവല്ലയോ, രാജാവിനോട് പറയാ, നീ ഊരിയാവിനെ കൊന്നതിന് 5000 ആട്, ഊരിയാവിൻ്റെ ഭാര്യയോടുകൂടെ വ്യഭിചാരം ചെയ്തതിന് 3000 ആട്. ഇപ്പം 8000 ആടിനെ കൊടുത്തു കഴിയുമ്പോൾ അത് നടക്കില്ല കേട്ടോ. തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ദൈവത്തിൻ്റെ മുൻപാകെ യേശുക്രിസ്തുവിൻ്റെ ചെലവിലല്ലാതെ പാപങ്ങളെ പരിഹരിക്കുവാൻ, നീതിമാനെന്ന സ്ഥാനം ലഭിക്കുവാൻ, പാപങ്ങളെ മോചിക്കുവാൻ മറ്റൊരു സംവിധാനവുമില്ല. ന്യായപ്രമാണത്തിന് സാധിക്കില്ല കേട്ടോ, ന്യായപ്രമാണം സാധിക്കില്ല. എൻ്റെ പൊന്ന സഹോദരങ്ങളെ, വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഗോസ്പൽ. സുവിശേഷം നമുക്ക് മനസ്സിലാക്കണം കേട്ടോ. വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന പാപമോചനം, വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന നീതീകരണം. അവസാനം അദ്ദേഹം പറഞ്ഞ പ്രസ്താവന പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അദ്ദേഹം പറഞ്ഞു, ഹേ നിന്ദക്കാരെ, നോക്കുവീൻ, ആശ്ചര്യപ്പെട്ട് നശിച്ചു പോകുവീൻ. നിങ്ങളുടെ കാലത്ത് ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നു, നിങ്ങളോട് വിവരിച്ചാൽ നിങ്ങൾ വിശ്വസിക്കാത്ത പ്രവൃത്തി തന്നെ എന്ന് പ്രവാചക പുസ്തകങ്ങളിൽ അരുളി ചെയ്തത് നിങ്ങൾക്ക് ഭവിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഇത് ഹബക്കൂക്കിൻ്റെ പ്രവചനം 1-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യമാണ്. ഹബക്കൂക്ക് പ്രവചനം 1-ാമത്തെ അധ്യായത്തിന് 5-ാം വാക്യമാണ്. ഹേ നിന്ദക്കാരെ നോക്കുവിൻ. അവിടെ ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നു, നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യുന്നു, നിങ്ങളോട് വിവരിച്ചാൽ നിങ്ങൾ വിശ്വസിക്കാത്ത പ്രവൃത്തി തന്നെ. ദൈവം ചെയ്ത ഈ പ്രവൃത്തി, അപ്പോൾ അസീരിയക്കാർ വരുന്ന കാര്യമൊക്കെയാണ് ഹബക്കൂക്ക് കൂടെ പറയുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞാലൊന്നും വിശ്വസിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അവരെക്കുറിച്ച് പറയേണ്ടത്, നിന്ദക്കാരെ നോക്കുവീൻ, ആശ്ചര്യപ്പെട്ട് നശിച്ചു പോകുവീൻ. ദൈവം നമ്മുടെ തലമുറ, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ചെയ്ത ഈ അത്ഭുതത്തോടുള്ള നമ്മുടെ പ്രതികരണമെന്ന് പറയുന്നത് പരിഹാസവും തിരസ്കരണവുമല്ല. അങ്ങനെയാണെങ്കിൽ നശിച്ചു പോകാനുള്ള വഴിയാണത്. പിന്നെയോ ഹൃദയത്തെ ദൈവസന്നിധിയിൽ താഴ്ത്തി വിനയപ്പെട്ട് മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ പാപമോചനത്തിനായി കടന്നു വരുന്നുവെങ്കിൽ, വിശ്വസിക്കുന്നുവെങ്കിൽ നമുക്ക് വിടുതലും വിമോചനവും ലഭിക്കും. അല്ലെങ്കിൽ ഹേ നിന്ദക്കാരെ നോക്കുവീൻ, ആശ്ചര്യപ്പെട്ട് നശിച്ചു പോകുവീൻ. യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ മനസ്സില്ലാത്തവർക്ക് നാശമാണ്, നിത്യമായിരിക്കുന്ന ന്യായവിധിയാണ്, നരകത്തിന് ശിക്ഷയാണ് ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സുവിശേഷത്തിൽ നമുക്ക് ധൈര്യപ്പെടാം, സുവിശേഷം നമുക്ക് വിശ്വസിക്കാം, സുവിശേഷം നമുക്ക് പ്രഘോഷിക്കാം. പാപമോചനത്തിനും രക്ഷയ്ക്കും നീതീകരണത്തിനുള്ള ഏകമാർഗം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള ഈ വിടുതലാണ്. ഈ സുവിശേഷം സ്വീകരിക്കുവാനുള്ള ഭാഗ്യം കർത്താവ് നമുക്ക് തന്നല്ലോ. കർത്താവ് നമ്മളെ അധികമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സുവിശേഷത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടുകൂടെ അങ്ങേക്ക് സ്തോത്രവും സ്തുതികളും അർപ്പിക്കുന്നു. കർത്താവെ, എത്ര അത്ഭുതകരമായ അവിശ്വസനീയമായ കാര്യമാണ് ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടെ നിവർത്തിച്ചത്. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. വിശ്വസിക്കുവാൻ തന്ന ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. സുവിശേഷത്തിനായിട്ട് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ചിന്തകളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. സുവിശേഷത്തിൻ്റെ ഒരുക്കവും അതിൻ്റെ പൂർത്തീകരണവും സുവിശേഷത്തിലൂടെ ഉള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടു. സുവിശേഷത്തിൻ്റെ ഒരുക്കം അബ്രഹാം, ദാവീദ് എന്നിവരൊക്കെ ദൈവം ഉപയോഗിച്ചു. എങ്കിലും അതിൻ്റെ ക്ലൈമാക്സായിട്ട് നിൽക്കുന്നത് സ്നാപകയോഹന്നാണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുകയുണ്ടായി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം, പുനരുദ്ധാനം എന്നിവയൊക്കെയാണ് സുവിശേഷത്തിൻ്റെ പൂർത്തീകരണം. അത് മരണത്തിന് ഹേതുവും കർത്താവിൽ കണ്ടില്ല എങ്കിലും അങ്ങനെ മനുഷ്യർ
കർത്താവിനെ കുറിച്ചു. ദൈവം ഈ പദ്ധതിയിൽ കൂടെ താൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നിവർത്തിച്ചെടുത്തു എന്ന് നാം കേൾക്കുകയുണ്ടായി.